ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ നൽകുന്ന ഓരോ എലമെന്റ്സിന്റെയും ശരിയായ പ്ലേസിംഗ് ആ വീടിന്റെ എൻറ്റയർ ലുക്സിന് നൽകുന്ന എലഗൻസ് വളരെ വലുതാണ്. ഇന്നത്തെ നമ്മുടെ ഹോം ടൂറിന്റെ മെയിൻ സ്റ്റാർ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റെയർ ആണ്. ഓപ്പൺ ഡിസൈൻ കോൺസെപ്റ്റില് സ്റ്റൈലും സ്പേസും സിംപ്ലിസിറ്റിയും ഒരുപോലെ യോജിപ്പിച്ച് ഡിസൈൻ ചെയ്ത ബിൽഡോണിന്റെ ആലുവയിലുള്ള ദ ഗോൾഡൻ ഹൈറ്റ്സ് എന്ന പ്രൊജക്റ്റിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. സ്പേഷ്യസ് ആൻഡ് വെൽ വെന്റിലേറ്റഡ് ആയിട്ടാണ് എൻട്രൻസ് ലിവിംഗ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാമിലിയെയും ഫ്രണ്ട്സിനെയും ഒരുപോലെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ലേഔട്ടിൽ തന്നെ TV യൂണിറ്റും പ്രയർ ഏരിയയും വളരെ എലഗന്റായി പ്ലേസ് ചെയ്തിരിക്കുന്നു. വില്ലയുടെ ഹൃദയഭാഗമാണ് ഈ ഒരു ഡൈനിങ് സ്പേസ്. നാച്ചുറൽ ആൻഡ് സോഫ്റ്റ് പെൻഡന്റ് ലൈറ്റിംഗ് ചേർന്ന് വാം ആംബിയൻസ് നൽകുന്ന ഡൈനിങ് 6 സീറ്റർ കപ്പാസിറ്റിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഏരിയയുടെ സ്പേസ് എൻഹാൻസ് ചെയ്യാനും ഓവറോൾ എലഗൻസിനും വേണ്ടി ഫുൾ ഹൈറ്റ് കർട്ടൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാഷ് യൂണിറ്റും വരുന്നത്. അതിനോടൊപ്പം സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായ ഏരിയകളിൽ പ്രൈവസി ഉറപ്പാക്കുകയും എന്നാൽ ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ എന്നിവയെ വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഓപ്പണായാണ് വില്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടെറാക്കോട്ട ആൻഡ് വൈറ്റ് ടോൺ കളർ തീമിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ആൻഡ് കൗണ്ടർ ടോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ടാണ് ഈ ഒരു കിച്ചൺ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കംഫർട്ടിനും എലഗൻസിനും പെർഫെക്റ്റ് ബാലൻസ് ഉള്ള ഒരു സ്പേസ് ആയിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സബ്റ്റിൽ ടെക്സ്ചർ ആൻഡ് ലൈറ്റിംഗ്സ് റൂമിന്റെ എസ്തെറ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പ്രീമിയം ഫീൽ കൊടുക്കുന്നു. വാം കളർ പാലറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ റൂമിൽ കസ്റ്റം ഡിസൈൻ ഫുൾ ഹൈറ്റ് വാർഡ്രോബ്സ് സ്പേസ് യൂട്ടിലൈസേഷന് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്ന കിഡ്സ് ബെഡ്റൂമാണിത്. ഡസ്റ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന കളർ കോമ്പിനേഷനാണ് വാർഡ്രോബ് സ്പേസിനും സ്റ്റഡി ടേബിളിനും യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ വെന്റിലേഷൻ ലഭിക്കുന്ന ഈ റൂം കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ഒരുപോലെ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫൈനലി, ദിസ് ഈസ് ദ മെയിൻ ഹൈലൈറ്റ് ഓഫ് ദിസ് വില്ല. ബൾക്കി കോൺക്രീറ്റ് സ്റ്റെയർസ് ഒഴിവാക്കി ലിവിംഗ് ഏരിയയുടെ സ്പേസ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഓപ്പൺ ഫീൽ മെയിൻറ്റെയിൻ ചെയ്ത് സീറ്റിംഗ് സ്പേസ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫ്ലോട്ടിംഗ് സ്റ്റെയർ ആണിത്. വളരെ മിനിമൽ ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള ഫാമിലി ലിവിംഗ് കം ലൈബ്രറി ഏരിയ ആണ് ഫസ്റ്റ് ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സീറ്റിംഗ് സ്പേസിനൊപ്പം സ്റ്റോറേജ് യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ലിവിംഗ് ഏരിയയിൽ നിന്നും ആക്സസ് വരുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് മെസ്നൈൻ ഫ്ലോറും ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിൽഡോണിന്റെ ആലുവയിലെ പ്രൈം ലൊക്കേഷനിൽ വരുന്ന ഫുള്ളി സോൾഡ് ഔട്ട് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ഗോൾഡൻ ഹൈറ്റ്സ്. 2.5 ഏക്കറിലായിട്ട് 28ഓളം വില്ലാസ് ആണ് ഈ ഒരു പ്രൊജക്റ്റിൽ വരുന്നത്. 25ലധികം കോമൺ അമ്യൂണിറ്റീസും ഈ ഒരു പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോണ്ടംപററി ഡിസൈനിൽ വരുന്ന ഈ ഒരു വില്ല 1830 സ്ക്വയർ ഫീറ്റിലാണ് മിസ്റ്റർ അർജുനും മിസ്സിസ് നിമിഷയ്ക്കും വേണ്ടി ബിൽഡോണിന്റെ ഇൻഹൗസ് ആർക്കിടെക്റ്റും ഇത്രയും മനോഹരമായും സ്പേഷ്യസ് ആയിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു വില്ലയുടെ ഹോം ടൂർ വിശേഷങ്ങളുമായി കാണുന്നവരേക്കും ബൈ.